ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ടവർ എന്ന് വെച്ചാൽ ട്രോളി ഹക്ക് ടവറാണ്. എല്ലാവരും കളിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് ട്രോളി ഹക്ക് ടവർ 3 ആണ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നതെന്ന് വെച്ചാൽ താരം ഫുള്ള് ട്രോളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമ്മളെ എടുത്ത് തോട്ടിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ മേളിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ താരെ പോയിട്ട് അത് ഇവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് അവരൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ നിന്നാണ് എൻ്റെ സാധനങ്ങൾ ഫുള്ളെടുത്തത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ലീവ് ചെയ്തെടുത്താണ് നമുക്കിത് കിട്ടുന്നത്. വളരെ എന്തിനാ ലീവ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ കഴിച്ച് ഞാൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വന്ന് എൻ്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് ധരിച്ചിട്ട് നമുക്ക് ഇനി അത് ചെന്ന് എടുത്തുകൊണ്ട് വരാം. ഇനി നമുക്കിത് കിട്ടത്തില്ല ഗൈസ്, അത്യാവശ്യം പിടിച്ച ഇതാ പ്രശ്നം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൂക്ഷിച്ച് വേണം പോകാൻ. ലാവയെ ചെന്ന് നമ്മൾ എപ്പോൾ വേണമെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരിക്കലും കുറേ നേരം നിൽക്കില്ലേ. അത് ഇൻവിസിബിൾ ബാറിൻ്റെ സാധനമാണ്. പക്ഷേ നമ്മൾ ഇത് ബ്ലൂ ആണെന്ന് വിചാരിച്ച് ഒറ്റയടിക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാണെങ്കിൽ ഒന്നും പറ്റത്തില്ല ഗൈസ്. നമ്മൾ ലാവയിലോട്ടും പോവും, പക്ഷെ നമുക്കിത് കിട്ടുന്ന സാധനവും ബ്ലൂ ആയിരിക്കില്ല, ഇതായിരിക്കും. ഞാൻ ഷോർട്ട് കട്ട് കിടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ നേരമായിരിക്കും പോകുന്നത്. ഷോർട്ട് കട്ട് ഒത്തിരി ഉപയോഗിച്ച് എന്തായാലും നിറയെ വരും. ഇവിടെ ട്രോളേഴ്സിന് വലിയ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇങ്ങനെ ട്രോൾ ചെയ്യാൻ, പക്ഷേ ഇവിടെ ആരും വരത്തില്ല ഗൈസ്. അപ്പം ഞാൻ വീഡിയോ കുറച്ച് ഷോർട്ടാക്കിയിട്ട് ഞാൻ പകുതി മേളിലാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിൽ നമുക്ക് ഇത് ഷിഫ്റ്റ് ലോക്ക് ഉപയോഗിച്ച് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ, ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ പറഞ്ഞു വന്നേ ഇല്ല, കരയായിരുന്നു തറ വീഴുമായിരുന്നു. അത് ഇൻവെസ്റ്റ്മെൻ്റ് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. താരെയുള്ള റൗണ്ടിൽ നിന്നായിരുന്നു ഗൈസ് ഞാൻ ഇങ്ങോട്ട് വന്നേ. കുറേ സമയം ഉണ്ടായോണ്ടേ, കുറേ സമയം വീഡിയോ ഉണ്ടായതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കിയത് ചെയ്തതാണ്. ഷിഫ്റ്റ് ലോക്ക് ഉപയോഗിക്കുവാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ടൊന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അധികം ഷിഫ്റ്റ് ലോക്ക് യൂസ് ചെയ്ത് ഒരു ഫേസ് വേണം. ക്യൂട്ടി ക്യൂട്ടി ക്യൂട്ടി, കുറച്ച് നേരം ക്യൂട്ടി എന്ന് പറഞ്ഞ് നിന്നിട്ട് വേഗം പോകാം ഗൈസ്. ഇതാ ഞാനിങ്ങനെ വേഗം പോകാമെന്ന് പറഞ്ഞാലേ ഞങ്ങളെത്തണ്ടേ. അത് മാത്രമല്ല ഷിഫ്റ്റ് ലോക്ക് യൂസ് ചെയ്താൽ ഇത് ഐഡിയൊക്കെ കയറാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ നേരത്തെ അത് ആ റൂള് പെട്ടെന്ന് നോക്കേണ്ടതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ സാധനം വെച്ചിട്ട് പോകാം. ട്രോള് ചെയ്താൽ നമുക്ക് വീണ്ടും തിരിച്ച് നമുക്ക് ട്രോള് കിട്ടും. അതുകൊണ്ട് ട്രോള് ചെയ്യാൻ നിൽക്കാനാണ് നല്ലത് ഗൈസ്. ഈ പറക്കുന്ന സാധനം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത് നമ്മൾ ഓഫ്ലൈനായിട്ട് കളിക്കുക. നെറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ മേളിലോട്ട് പറന്നു പോകും. നമ്മൾക്ക് വേണ്ട സ്ഥലം എത്തുമ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. വീണ്ടും ഒരു ഷോർട്ട് കട്ട് ഗൈസ്. വെറുതെ എന്തിനാ എൻ്റെ ഇതൊക്കെ തീർത്തന്നെ സിമ്പിളായിട്ട് പറ്റൂലേ. ഈ വരി കൂടെ നമ്മൾ പോകാം. എന്തായാലും നമ്മൾ അത്യാവശ്യം പിടിച്ച അവസാനം താഴെ തന്നെ എത്തും. അതുകൊണ്ട് എത്ര പരിശ്രമിച്ചിട്ടും ഒരിക്കലും ആരും ഞാൻ എത്തി എന്ന് പറഞ്ഞ് ആരെയും കളിയാക്കിയാൽ നമ്മൾ തന്നെ താഴെ പോകും. അപ്പോൾ നമ്മൾ എത്താറായി. ഈ റൗണ്ട് ഇനിയും എനിക്ക് എത്ര റൗണ്ട് ഉണ്ടെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം, അല്ലെങ്കിൽ വീണ്ടും ഞാൻ തറയും. എനിക്കൊരു 5-4 ഈ റൗണ്ടിൽ വെച്ച് 5-4 റൗണ്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ റൗണ്ടിൽ ഞാൻ നേരത്തെ തോറ്റിട്ടാണ് രണ്ടാമതാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ജയിച്ചത്. ഈ അടുത്ത റൗണ്ടിൽ എത്തി. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഗെയിം കളിച്ചിട്ടേ ഇല്ല. ഞാൻ കൂടുതലായിട്ട് കളിക്കുന്നത് റസ്റ്റ് ടു ഇംപ്രസ് ആണ്, അല്ലെങ്കിൽ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് ആണ്. നമ്മൾ ഒരിക്കലും ആ സാധനത്തെ കുറേ നേരം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കല്ലോ ഗൈസ്, അത് തെന്നുന്നതാണ്. ഈ റൗണ്ടിന് ഇനി എത്ര ഉണ്ട്? 1 2 3 4 റൗണ്ട്സ് ഉണ്ട് ഗൈസ്. അല്ല 5 ഉണ്ടോ? എനിക്ക് 5 റൗണ്ട്സ് ഉണ്ട് ഗൈസ്. നമുക്ക് നേരെ പോവാം. ഈ റൗണ്ട് ഞാൻ നേരത്തെ തോറ്റതാണ്. ലാവയെ ചുറ്റി ചെറിയൊരു പാടാണ്.
ഈ റൗണ്ടിൽ നമ്മൾ ഡാൻസ് കളിക്കാതെ ജമ്പിങ് മാത്രം ചെയ്തുകൊണ്ട് ഇരുന്ന കൊള്ളാം. ഇത് കൊള്ളാം ഗൈസ്. അത് ഇൻവിസിബിൾ ആണ് ഗൈസ്. എന്നാലും ഞാൻ പാടുപെട്ട് ഇത് ഇൻവിസിബിൾ ആണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇങ്ങനത്തെ ഒരു റൗണ്ട് ഞാൻ കളിച്ചിട്ടേ ഇല്ല ഇതിൻ്റെ മുമ്പ്. ഞാൻ എപ്പോഴും സ്ലാബ് ടവർ ആയതുകൊണ്ട് ഇങ്ങനെ ഹാക്ക് ടവർ കളിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഒരു വട്ടം കളിച്ചിട്ട് റെക്കോർഡ് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു വട്ടം ഞാൻ ഒന്ന് കളിച്ചു നോക്കിയാൽ തലയിൽ വേണം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് മാത്രം ഞാൻ ജയിക്കും. ഇത് നമ്മൾ സംസാരിച്ചു ഇങ്ങനത്തെ ട്രോളീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം ഗൈസ്. ഓക്കെ ബൈ.